ഹായ്, എല്ലാവർക്കും നാടൻ ഹോബിയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നുണ്ടാക്കുന്നത് നാടൻ വിഭവമായ ഉണ്ണിയപ്പമാണ്. പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് വൈകുന്നേരങ്ങളിൽ അമ്മ ഉണ്ടാക്കുന്ന പലഹാരങ്ങളിൽ ഒന്നായിരുന്നു ഇത്. അത് വളരെ സോഫ്റ്റും ടേസ്റ്റിയുമായിരുന്നു. അതുപോലെ തന്നെയാണ് ഇന്നുണ്ടാക്കുന്ന ഉണ്ണിയപ്പവും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ആദ്യം 1/2 കിലോ ശർക്കര 1/2 ഗ്ലാസ് വെള്ളം ഉപയോഗിച്ച് ഉരുക്കിയെടുക്കണം. വെള്ളം കൂടിപ്പോകരുത്. വെള്ളം കൂടിയാൽ ബാറ്റർ ലൂസായി പോവും. മധുരം കൂടുതൽ വേണമെങ്കിൽ കുറച്ചും കൂടെ ശർക്കര ചേർക്കാം. എനിക്ക് ഈ മധുരം ഓക്കെയാണ്. നന്നായി മെൽറ്റായിട്ടുണ്ട്. ഇനി ഇത് അടുപ്പിൽ നിന്ന് വാങ്ങി വെച്ച് തണുക്കാൻ വയ്ക്കാം. ഇനി 1/2 കപ്പ് പച്ചരി 4 മണിക്കൂറോളം കുതിർക്കാൻ വയ്ക്കണം. എന്നിട്ട് എടുത്ത പച്ചരിയാണിത്. വെള്ളം മൊത്തം ഡ്രെയിൻ ചെയ്ത് കളയണം. നേരത്തെ ഉരുക്കി വെച്ചിരുന്ന ശർക്കര പാനി ചേർക്കാം. വെള്ളത്തിന് പകരം ശർക്കര പാനിയാണ് ചേർക്കുന്നത്. അല്ലെങ്കിൽ മാവ് കൂടുതൽ ലൂസായി പോകും. 2 ചെറിയ പഴം, പാളയംകോടൻ പഴം ആണ് ഇവിടെ വേണ്ടത്. പക്ഷേ എനിക്ക് കിട്ടിയില്ല. ഞാൻ ഞാലിപ്പൂവൻ പഴമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. പാളയംകോടൻ പഴമാണ് ഉണ്ണിയപ്പത്തിന് ഏറ്റവും ബെസ്റ്റ്. മിക്സിയിൽ പച്ചരിയും ശർക്കര പാനിയും പഴവും കൂടി നന്നായി അരച്ചെടുക്കുക. പച്ചരി നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. ഇനി 1/4 കപ്പ് മൈദയും കൂടെ ചേർക്കാം. എന്നിട്ട് മിക്സിയിൽ ഒന്നും കൂടെ അരച്ചെടുക്കണം. അരി അരയ്ക്കുമ്പോൾ നന്നായി അങ്ങ് അരഞ്ഞു പോകരുത്. കുറച്ച് തരിയൊക്കെ അതിൽ വേണം. ഇനി തേങ്ങ ചെറുതായി അരിഞ്ഞിട്ട് നെയ്യിൽ വറുത്തെടുക്കാം. അതിനായിട്ട് ഒരു നോൺ സ്റ്റിക്ക് പാൻ എടുക്കാം. 2 ടേബിൾ സ്പൂൺ ഗീ ഒഴിക്കാം. ഒരു കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ചെറുതായിട്ട് അരിഞ്ഞതാണ്. തേങ്ങാക്കൊത്ത് നന്നായി വറുത്തെടുക്കണം. നന്നായി ഫ്രൈ ആയിട്ടുണ്ട്. ഇനി അത് ഒരു ബൗളിലേക്ക് മാറ്റാം. ഒരു 10 ഏലക്ക എടുക്കാം. എന്നിട്ട് മിക്സിയുടെ ചെറിയ ജാറിൽ 2 ടേബിൾ സ്പൂൺ ഷുഗറും കൂടെ ചേർത്ത് നന്നായി പൊടിക്കണം. ഏലക്കയുടെ തൊലിയോടെയും തൊലി കളഞ്ഞും ഉപയോഗിക്കാം. മിക്സിയിൽ അരച്ച മാവ് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും കുറച്ച് സോഡാപ്പൊടിയും ചേർക്കാം. കൂടുതലായി പോരുത്, ഒരു നുള്ള മതി. വറുത്ത് വെച്ച തേങ്ങാക്കൊത്തും കൂടെ മാവിൽ ചേർക്കാം. ഏലക്കയും ഷുഗറും കൂടെ പൊടിച്ച മിക്സ് ചേർക്കാം. ഈ ബാറ്റർ ഒരു 6 മണിക്കൂറെങ്കിലും ഫെർമെൻ്റ് ആവാൻ വച്ചേക്കണം. ഇന്നിപ്പം നമുക്ക് ഉപയോഗിക്കേണ്ട അല്ലെങ്കിൽ മാവ് കൂടുതലുണ്ടെങ്കിൽ നാളത്തേക്ക് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യാം. നേരത്തെ പുറത്തെടുത്ത് വെക്കണമെന്നേ ഉള്ളൂ. എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് സ്റ്റൗ ഓണാക്കി ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന അപ്പക്കാര വയ്ക്കാം. എന്നിട്ട് കോക്കനട്ട് ഓയിൽ ഒഴിക്കാം. കുറച്ചൊഴിച്ചാലും മതി. കുഴിയുടെ ഒരു 1/4 ഭാഗം അല്ലെങ്കിൽ 1/2 ഭാഗം നിന്നാൽ മതി ഓയിൽ. ഓയിലില്ലാതെയും ഇതിൽ ഉണ്ടാക്കാം. നോൺ സ്റ്റിക്ക് പാത്രമാണല്ലോ, അതുകൊണ്ട്. ഈ അപ്പക്കാരയിൽ മാവ് ഒഴിക്കുമ്പോൾ ആദ്യം ഒരു ഗ്ലാസ്സിൽ മാവെടുക്കുക. വക്കുള്ള ഗ്ലാസ്സിൽ.
എന്നിട്ട് ഓരോ കുഴിയിലും ഒഴിക്കുക. കുറച്ച് പോലും പുറത്ത് പോവില്ല, അത് ശ്രദ്ധിക്കുക. ഓയിൽ ചൂടായിട്ടുണ്ട്. ഇനി ഗ്ലാസ്സിലെ മാവെടുത്തിട്ട് കുറച്ച് ഹാഫ് പോർഷൻ ഒഴിക്കാം. ഫ്ലെയിം മീഡിയം ടു ലോയിലായിരിക്കണം. ചൂട് കൂടുകയാണെങ്കിൽ ലോയിലാക്കുക, പിന്നെ ആവശ്യമുള്ളപ്പോൾ മീഡിയം ആക്കുക. അങ്ങനെ ചെയ്യാം. ചൂട് കൂടുതലാണെങ്കിൽ അത് ഉള്ളു വേവത്തില്ല. അതുകൊണ്ടാണ് ഫ്ലെയിം കുറയ്ക്കണമെന്ന് പറയുന്നത്. മറിച്ചിടാറായിട്ടുണ്ട്. ഇനി ഓരോന്നായി മറിച്ചിടാം. ഇതേപോലെ 2 സ്റ്റിക്ക് യൂസ് ചെയ്താൽ പെട്ടെന്ന് നമുക്ക് മറിച്ചിടാൻ പറ്റും. ഇതിൽ മാവ് ഒഴിച്ചപ്പം കുറച്ച് പോലും പുറത്ത് പോയിട്ടില്ല. ശ്രദ്ധിച്ചോ? അത് ഗ്ലാസ്സിൽ ഇങ്ങനെ ഒഴിക്കുന്നത് കൊണ്ടാണ് ഇത് പുറത്ത് പോകാഞ്ഞ്. ഇനി അടുത്ത സെറ്റ് ഒഴിക്കാം. മറിച്ചിടാറായിട്ടുണ്ട്. ഓരോന്നായി മറിച്ചിടാം. അങ്ങനെ രണ്ടാമത്തെ സെറ്റും റെഡി ആയിട്ടുണ്ട്. നോക്കൂ, ഉണ്ണിയപ്പം മുറിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന്. എന്താ സോഫ്റ്റ് എന്നറിയോ? അതേപോലെ സൂപ്പർ ടേസ്റ്റിയുമാണ്. എല്ലാവരും ട്രൈ ചെയ്യില്ലേ? ട്രൈ ചെയ്തിട്ട് എന്നെ ഫീഡ്ബാക്ക് അറിയിക്കുമല്ലോ. താങ്ക് യു ഫോർ വാച്ചിങ്.